ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട്, സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണേ, നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക, എന്ത് ആണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, 3 of Wands. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, Knight of Wands. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ, മജിഷ്യൻ. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ ഉണ്ടായത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് ഫീലിങ്സ്, 2 of Swords. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ, 8 of Swords. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, ഹൈറോഫാന്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, സൺ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, 2 of Cups, ഔട്ട്കം. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ 3 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണോ. ഒരു ശരിയായ സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരെ കോൾ ചെയ്യാൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ സമയം ശരിയാവുമ്പോൾ ഈ പേഴ്സണെ കോൾ ചെയ്യാമെന്നായിരിക്കും മനസ്സിൽ വെച്ചിട്ടുണ്ടാവുക. അതല്ല വെച്ചാൽ ഇവരുടെ എന്തെങ്കിലും കോൾ വരുന്നുണ്ടോ അതിനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ 3 of Wands? നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് നോക്കണത്. ഈ പേഴ്സൻ്റെ കൂടെ ഒരു പുതിയ റിലേഷൻഷിപ്പ്. ഇതിൻ്റെ മുമ്പേ നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു സെപ്പറേറ്റഡ് എനർജി ആവാം, നിങ്ങൾ രണ്ടാളും സെപ്പറേഷനിലാവാം. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ Knight of Wands ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി, ഒരു വെരി പ്ലേഫുൾ എനർജിയാണ്, കമ്മിറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. ഈ പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ട് എനർജിയിലും ആണ്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി ട്രാവൽ ചെയ്യണ ടൈപ്പ് ആയിരിക്കാം, നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലാവാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ചാരിയറ്റ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുവരെ അവർ നിങ്ങളുടെ ടച്ചിൽ അല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഒരു കോളിൽ വെച്ചാൽ മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മജിഷ്യനാണ്. കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഇവരുടെ മനസ്സിൽ അതാണെന്ന്, പക്ഷേ രണ്ടാളുടെയും ഭാഗത്തു നിന്ന് ഞാൻ ഈക്വൽ എനർജിയാണ് കാണുന്നത്. അപ്പോൾ രണ്ടാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. 6 of Pentacles. അപ്പോൾ 6 of Pentacles ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. 4 of Pentacles ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു ആദ്യം. മറ്റേ പേഴ്സൻ്റെ അടുത്തിന് അത്ര ഒരു കൺസിസ്റ്റൻറ്റ് എഫേർട്ട് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ തൽക്കാലം നിങ്ങൾ രണ്ടാളും കുറച്ചൊരു പിന്മാറിക്കണു. പറഞ്ഞാൽ അത്ര ഒരു കണക്ഷൻ ഇല്ല, കോണ്ടാക്റ്റ് അത്രയും മുമ്പത്തെ മാതിരി ഇല്ല, ഒരു റിസർവ്ഡ് എനർജിയിലാണ് നിങ്ങൾ രണ്ടാളും. പാസ്റ്റിലുണ്ടായത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ കാണുന്നത് ഒരു സ്റ്റേബിൾ എനർജിയാണ്, ഫിനാൻഷ്യൽ എനർജിയാണ്, കരിയറുടെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളും പാസ്റ്റിൽ നിങ്ങളുടെ
സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, ജോലിയുടെ ത്രൂ ഓഫീസിൻ്റെ ത്രൂ പറഞ്ഞാൽ കരിയറിൻ്റെ ത്രൂ ആണ് നിങ്ങളെ മീറ്റ് ചെയ്തിരിക്കണേ. എംപ്രർ എനർജീൻ്റെ ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്തിരുന്നു മറ്റേ പേഴ്സൺ എന്തെങ്കിലും പറയും, അവരുടെ ഫീലിങ്സ് തുറന്ന് പറയും, ഇല്ല ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു രണ്ടാൾക്കും. കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് സോഡ്സ് ആണ്. ഇപ്പോൾ തൽക്കാലം ഈ സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ക്ലാരിറ്റി ഇല്ല. എന്താ വെച്ചാൽ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുമോ നിങ്ങൾക്ക് അതറിയില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്, ഈ പേഴ്സണെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവരുടെ ഫീലിങ്സ് കുറേ ഡീപ്പ് ഫീലിങ്സ് ആണ് അവർക്കുള്ളത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ രണ്ടാളും കുറേ കമ്പാറ്റബിളുമാണ്. ക്വീൻ ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാളുടെ ഇടയ്ക്ക് കമ്പാറ്റബിലിറ്റിയും നല്ല സ്ട്രോങ് ആണ്. ഇമോഷണലി നിങ്ങൾ രണ്ടാളും കണക്റ്റഡ് ആണ്. കിങ് ഓഫ് വോൺസും വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ കുറേ ഒരു പാഷനറ്റ് പേഴ്സണായിട്ടാണ് കാണുന്നത്. കുറേ അട്രാക്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ പ്രേ ചെയ്യണത്, വിഷ് ചെയ്യണത്. അത് നിങ്ങൾ അവരുടെ ലൈഫിൽ വരണം എന്ന് അങ്ങനെ അവർ പ്രാർത്ഥിക്കണു. നിങ്ങളുടെ ഇൻറ്റൻഷൻ 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ തൽക്കാലം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. പക്ഷേ ഈ സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനാണ് നിങ്ങൾ നോക്കണത്. നിങ്ങൾക്ക് എഫേർട്ട് ഇടണം എന്നുണ്ട് ഈ സിറ്റുവേഷനിൽ, പക്ഷേ ധൃതി ഒന്നുമില്ല. ഒരു പുതിയ തുടക്കം വേണം നിങ്ങൾക്ക് ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് പറയണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹൈറോഫാണ്ട്. ഇവർ നിങ്ങളെ കുറച്ച് സീരിയസ് ആണ്. ഇവിടെ മാരേജിനെ കുറിച്ചാണ് അവർ വിചാരിക്കണേ. ഫാമിലിയുടെ കൂടെ ഈ കാര്യം അവർക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടാവും. ഇവിടെ ചില റിലീജിയസ് ആസ്പെക്ട്സും ഉണ്ടാവും. നിങ്ങൾ രണ്ടാളുടെയും റിലിജ്യൻ വേറെ ആയിരിക്കാം, ഇല്ല കാസ്റ്റ് വേറെ ആയിരിക്കാം. അതുകൊണ്ടും ഇവർ കുറേ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കണത്. ഈ സിറ്റുവേഷനിൽ പ്രാക്ടിക്കലി ഇത് വർക്കൗട്ട് ആവുമെന്ന് ആ കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ആക്ഷനിൽ ഞാൻ കാണുന്നത് സണ്ണാണ്. സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, എബണ്ടൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ പോകണ്ട. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. പക്ഷേ ഈ സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് നിങ്ങൾ ഡെഫിനറ്റ്ലി പുറത്ത് വരണു. ചാലഞ്ചസ് ഉണ്ട് ഇവിടെ, പക്ഷേ നിങ്ങൾ രണ്ടാളും ഗിവ് അപ്പ് ചെയ്യണില്ല. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 2 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. ആ കാര്യം അവർ നിങ്ങളോട് പറയാൻ പോകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവിടെ, ട്രാവൽ ഉണ്ട്, ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഔട്ട്കം ഇവിടെ ജസ്റ്റിസ് മാരേജിൻ്റെ എനർജിയാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്, കർമ്മയുടെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഞാനൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഇത് നിങ്ങൾ രണ്ടാളുടെയും ഹിഡൻ ഫീലിങ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ തുറന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഗുഡ് ലക്കിൻ്റെ എനർജിയാണ് കാണുന്നത്, നല്ല സമയം വരാൻ പോകുന്ന എനർജിയാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി കുറേ പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ മാരേജിൻ്റെ ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ്. ഇത് ക്ലെയിം ചെയ്യുക, മെസ്സേജസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ ബോണസ് എഴുതുക. ഏത് സൈനിനാണ് ഏറ്റവും കൂടുതൽ ബോണസ് റീഡിംഗ് കിട്ടണമെന്ന് വെച്ചാൽ ആ സൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോണസ് റീഡിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ മെസ്സേജ് കാണുന്നത് സെപ്പറേഷൻ. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു സെപ്പറേറ്റഡ് എനർജിയിലാവാം, പക്ഷേ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി സെപ്പറേഷൻ കഴിഞ്ഞ സമയം ഞാൻ കാണുന്നത് ഇപ്പോൾ വരാൻ പോണ ടൈം നിങ്ങൾക്ക് ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എൻഗേജ്ഡ് ആവാൻ പോകുന്നുണ്ട്, ഇല്ലാച്ച ഈ പേഴ്സൺ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല സമയമാണ്, നല്ല റീഡിംഗ് ആണ് സാജിറ്റേറിയസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരിക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.